അപ്പോൾ കുട്ടികളെ ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചാണ്. നമ്മൾ ഓൾറെഡി ബിഹേവിയറിസം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബിഹേവിയറിസം പറഞ്ഞാൽ എന്തായാലും കൺസ്ട്രക്റ്റിവിസം പറയണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് കൺസ്ട്രക്റ്റിവിസം നോക്കാം. കൺസ്ട്രക്റ്റിവിസം പറഞ്ഞാൽ എന്താ? ബിഹേവിയറിസം പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ ബിഹേവിയറിസം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കൺസ്ട്രക്റ്റിവിസം ഒരു വിഷയമേ അല്ല. കൺസ്ട്രക്റ്റിവിസം എന്താണ്? സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിരിക്കും. കുട്ടികളാണ് അവിടുത്തെ മെയിൻ ആൾക്കാർ, കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ് അവിടുത്തെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ചിൽ മെയിൻ. അപ്പോൾ അവരെന്ത് ചെയ്യും? കുട്ടികൾ എന്ത് ചെയ്യും? ആക്റ്റീവ്ലി അവരുടെ നോളജ് കൺസ്ട്രക്ട് ചെയ്യും. ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. ബിഹേവിയറിസത്തിലെ പോലെ പാസീവ് ലേണേഴ്സ് അല്ല, ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആണ്. അവരുടെ നോളജ് അവരായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക? അവരുടെ മുന്നത്തുള്ള അറിവുകളും അതേപോലെ പുതിയ സാഹചര്യങ്ങളും പുതിയ എക്സ്പീരിയൻസസുകളും ഒക്കെ വെച്ചിട്ട് അവരെന്ത് ചെയ്യും? പുതിയ പുതിയ അറിവുകൾ പഠിച്ചെടുക്കും. അതാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലേണർ സെൻറ്റേർഡ് ആണ്, പ്രോസസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ആലോചിക്കണം, ബിഹേവിയറിസം ടീച്ചർ സെൻറ്റേർഡ് ആയിരുന്നു, പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം എന്തായി? ലേണർ സെൻറ്റേർഡ് ആയി, പ്രോസസ് ഓറിയൻറ്റഡ് ആയി. ആരാണോ പഠിക്കുന്നത് ആ പഠിതാവിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോവുക. ലേണറാണ് അവിടുത്തെ പ്രയോറിറ്റി. ലേണറുടെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തും വിചാരിക്കുക അങ്ങനെയല്ല. ലേണറുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ലേണിംഗ് നടക്കുക. അതേപോലെ എന്ത് പഠിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ പഠിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കും. ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ. ആ ലേണർ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളത്. അതേപോലെ ഫോക്കസ് ഓൺ ആക്റ്റീവ് ലേണിംഗ് ആൻഡ് നോളജ് കൺസ്ട്രക്ഷൻ. ആക്റ്റീവ് ലേണിംഗ് ആണ്. കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, ലേണിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കൺസ്ട്രക്റ്റിവിസത്തിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്താ, ദിവസം എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. നിങ്ങൾ ഇന്നുണ്ടായപ്പോൾ ശനി ഞായറാണെങ്കിൽ അവർക്ക് ഡയറി എഴുതാൻ പറയും. അത് ആ ഡയറിയിൽ എന്തെങ്കിലും പ്രത്യേകം ഉണ്ടായ കാര്യം, ഡയറി എഴുതാന്ന് പറഞ്ഞൊരു കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡ് തന്നെയാണ് അല്ലേ? നമ്മൾ ഉണ്ടായ കാര്യങ്ങൾ നമ്മുടെ വാക്കിൽ, നമ്മുടെ ഇമാജിനേഷനിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആ സാഹിത്യമൊക്കെ വെച്ച്, നമ്മുടെ ലാംഗ്വേജൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെറിയൊരു നുറുമ്പ് കാര്യം ഉണ്ടാവുള്ളൂ, അതിന് നമ്മളോട് പൊലിപ്പിച്ച് എഴുതുക. അതൊക്കെ കൺസ്ട്രക്റ്റിവിസമാണ്. അങ്ങനെ ഓരോന്ന് ചെയ്യുക. വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ അടുത്ത് അവർക്ക് ഉണ്ടായ കാര്യങ്ങൾ തന്നെ ന്യൂസ് പേപ്പർ പോലെയൊക്കെ എഴുതി വരാനൊക്കെ പറയും. അതൊക്കെ കൺസ്ട്രക്റ്റിവ്സ് ആണ്. അപ്പോൾ കുട്ടികൾ എന്താണ്? ആക്റ്റീവ് ലേണേഴ്സാണ്. അവർ സ്വന്തമായിട്ട് അവരുടെ നോളജ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇൻട്രൻസിക് മോട്ടിവേഷനാണ് ഇവിടെ ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻട്രൻസിക് മോട്ടിവേഷൻ. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ഇൻട്രൻസിക് മോട്ടിവേഷൻ ആയിരിക്കും. നമ്മളൊരു കാര്യം നമ്മൾ ആക്റ്റീവായിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ. അപ്പോൾ സിനിമ കാണാൻ ഇഷ്ടമുള്ളവർ എന്ത് ചെയ്യും? കുത്തിയിരുന്ന് എത്ര പടം വേണമെങ്കിലും കാണും. അതത്ര ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്യില്ല? അതിന് നിൽക്കില്ല. അത്ര നിർബന്ധമില്ലല്ലോ, നിൽക്കില്ല. അതേപോലെ തന്നെ ഇൻട്രൻസിക്കലി മോട്ടിവേറ്റഡ് ആണ് കുട്ടികൾ. അപ്പോൾ ടീച്ചറുടെ പണി അവിടെയാണ് കിടക്കുന്നത്. ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടികളെ ഉള്ളിൽ നിന്ന് അതിനുള്ള ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ പണി ഇവിടെ വരിക ഈ കൺസ്ട്രക്റ്റിവിസത്തിൽ. പിന്നെ റെക്കഗ്നൈസസ് ഇൻഡിവിജ്വൽ ലേണിംഗ് എബിലിറ്റീസ്. ഓരോ കുട്ടികളുടെയും ലേണിംഗ് എബിലിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതിനെ നോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ലേണിംഗ് നടക്കുക. ഒരു കുട്ടിക്ക് കാണാപ്പാഠം പഠിക്കുന്നതായിരിക്കും എളുപ്പം, ഒരു കുട്ടിക്ക് ചെയ്ത് പഠിക്കേണ്ടി വരും, ഒരു കുട്ടിക്ക് കേട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലേണിംഗ് എബിലിറ്റീസ് ആയിരിക്കും. അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടൻസ് കൊടുക്കണം കൺസ്ട്രക്റ്റിവിസത്തിൽ. പിന്നെ ലേണിംഗ് ഈസ് എ നാച്ചുറൽ ആൻഡ് ആക്റ്റീവ് മെൻ്റൽ പ്രോസസ്സ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തുമ്പീനെ കല്ലെടുപ്പിക്കുന്ന പരിപാടിയല്ല കൺസ്ട്രക്റ്റിവിസത്തിൽ. നാച്ചുറലായിട്ട് ഓർഗാനിക്കായിട്ട് നടക്കുന്ന പരിപാടിയാണ് ലേണിംഗ്. അങ്ങനത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് ടീച്ചറുടെ പരിപാടികൾ. ഡെവലപ്മെൻ്റലി അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ബേസ്ഡ് ഓൺ സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസത്തിൽ ഓരോ കുട്ടിയുടെയും വളർച്ചയ്ക്ക്, ഓരോ സ്റ്റേജ് ഓഫ് ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ലേണിംഗ് നടക്കുക, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടീനെ പഠിപ്പിക്കുന്ന രീതിയിലല്ല 5ാം ക്ലാസ്സിൽ, അതുപോലെയല്ല 10ലോ പ്ലസ് 2ലോ, അതുപോലെയല്ല നിങ്ങൾ കോളേജിലേക്ക് ഇതുപോലെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ ഓരോന്നിനും ഓരോ സ്റ്റേജ് ഓഫ് ഗ്രോത്തിനനുസരിച്ചിട്ടുള്ള മെത്തേഡ്സാണ് ഉപയോഗിക്കുക. പിന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എൻഹാൻസ് ലേണിംഗ്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം, ഒരു സ്റ്റേറ്റ്മെൻറ്റുകൾ കിടക്കുന്നത് കുറവായിരിക്കും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കൂ, ഇതല്ലേ ശരി കൂട്ടുകാരെ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഇട്ട് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് തരിക ചെയ്യാം. ആ ലേണറിന് ചെയ്യാനുള്ളൊരു സ്പേസ് തരിക ചെയ്യാം. അതേപോലെ സ്പേസ് ഉണ്ടാവും നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വർക്കൗട്ട് ചെയ്യാനൊക്കെ സ്പേസ് തരും. പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കൊന്നും അങ്ങനെയില്ല, ഇങ്ങനെ ചെറുപറാന്ന് എഴുതി പോവുക ചെയ്യാം. ഇപ്പോഴാണെങ്കിലും അതൊക്കെ കഴിഞ്ഞിട്ടാവും. നമുക്കിപ്പോൾ ന്യൂട്ടൻ്റെ ഒരു ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 3-4 കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആവും ന്യൂട്ടൻ്റെ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും.
അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പിന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കണക്റ്റ് ആവും. അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങളുടെ നോളജിൽ അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിയൽ വേൾഡ് സിറ്റുവേഷൻസുമായിട്ടും പ്രോബ്ലം സോൾവിംഗ് ഒക്കെ ആയിട്ടുമാണ് ഇവിടെ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റിവിസത്തിൽ. പിന്നെ എംഫസിസ് ഓൺ കൺസെപ്ച്വൽ ചേഞ്ച് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിഹേവിയറിസത്തിൽ വലിയ കഥയ്ക്കുള്ള മെമ്മറൈസേഷൻ അല്ലാണ്ട് കോഗ്നിറ്റീവ് സ്കിൽസിനെ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ എല്ലാ രീതിക്കുമുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്റ്റിവിസത്തിൽ. പിന്നെ ടീച്ചേഴ്സ് ആക്ട് ആസ് ഫെസിലിറ്റേറ്റേഴ്സ്, ഗൈഡിങ് ആൻഡ് സപ്പോർട്ടിംഗ് ലേൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ടീച്ചർ എന്ത് ചെയ്യണം? കുട്ടികളെ കോൺസ്റ്റൻ്റ്ലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, സപ്പോർട്ട് ചെയ്യണം, ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ടീച്ചറുടെ പണി. അല്ലാതെ ടീച്ചർ വന്ന് നിപ്പിൽ നിന്ന് ക്ലാസ് എടുത്ത് പോവല്ല കൺസ്ട്രക്റ്റിവിസത്തിൽ ടീച്ചറുടെ പണി. ഇനി ഇവാലുവേഷൻ ഇൻ കൺസ്ട്രക്റ്റിവിസം. കൺസ്ട്രക്റ്റിവിസത്തിൽ ഇവാലുവേഷൻ എങ്ങനെയാണ്? ഇവാലുവേഷൻ ഫോർ ആൻഡ് ആസ് ലേണിംഗ് ആണ് ഇവിടെ. അതായത് ഫോർമേറ്റീവ് ആയിട്ടുള്ള ഇവാലുവേഷനും സെൽഫ് ഇവാലുവേഷനും ഒക്കെയാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതേപോലെ പ്രോസസ്സിനെയാണ് അസസ് ചെയ്യുക. ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സെൽഫ് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എന്താ, നമ്മളിങ്ങനെ ഒരു കാര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവാലുവേഷൻ നടത്തുകയാണ്, ഇടയിൽ ഇവാലുവേഷൻ നടത്തുകയാണ്. അപ്പോൾ എന്താണ്, ആ പഠിക്കുന്ന രീതി ശരിയാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്രോസസ്സിനെ, നമ്മൾ ഔട്ട്കമ്മിന് മാത്രമല്ല, പ്രൊഡക്റ്റിന് മാത്രമല്ല, ആ പ്രോസസ്സിനെയും അസസ് ചെയ്യുന്നുണ്ട്. അതേപോലെ സെൽഫ് അസസ്മെൻറ്റിനെയും റിഫ്ലക്ഷനെയൊക്കെ അസസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സെൽഫ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും ഞാൻ പഠിക്കുന്ന രീതി അത്ര ശരിയാവുന്നില്ല, എനിക്ക് എൻ്റെ ഒരു വേ ഓഫ് അപ്രോച്ചിന് ശരിയാവുന്നില്ല, അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി പിടിക്കാമെന്നൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാവും. ഒരു സെൽഫ് റിഫ്ലക്ഷനൊക്കെ ഉള്ള ചാൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലിങ്ക്സ് ന്യൂ നോളജ് ടു പ്രയർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മളിപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഈ കൺസ്ട്രക്റ്റിവിസം പഠിക്കുമ്പോൾ മുന്നേ പഠിച്ച ബിഹേവിയറിസമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക, ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ബിഹേവിയറിസം ടീച്ചർ സെൻറ്റേർഡ് ആണ്, അപ്പോൾ ഇത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിരിക്കും. ടീച്ചർ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ബിഹേവിയറിസത്തിൽ ചെയ്യുക. അപ്പോൾ അതുപോലെയല്ല, ഇവിടെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യും. ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു, അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യാമെന്ന് തോന്നില്ലേ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേന്ന് തോന്നില്ല. അതേ കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ കുട്ടികൾ ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എന്താവും, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടെ ഡീപ്പറാവും, കുറച്ചും കൂടെ റൂട്ടഡ് ആവും. നമുക്ക് കുറച്ചധികം കാലം ഇതിനെ എന്ത് ചെയ്യാം, നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിച്ച് വയ്ക്കാം. കാര്യം എന്താണെന്നുള്ളത് പിടുത്തം കിട്ടിയിട്ടാവുമ്പോൾ, വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ സംഗതി എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറേ കാലം നമ്മുടെ മനസ്സിലത് നിൽക്കും. പിന്നെ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അസസ്മെൻറ്റ് നടത്തും. പ്രോസസ്സിനെയാണ് അസസ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വാല്യുവേഷൻ. അപ്പോൾ ബിഹേവിയറിസത്തിൽ നടക്കണ പോലെ ലാസ്റ്റ് ഒരു എൻഡ് ടേമിൽ ഒരു എക്സാം നടത്തി, പറഞ്ഞൊരു ഡേറ്റിൽ, പറഞ്ഞ സമയത്തിൽ, പറഞ്ഞ രീതിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിട്ട് എക്സാം നടത്തി, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ പരീക്ഷയ്ക്ക് പാസ്സായോ തോറ്റുപോയോ എന്നുള്ളതിനനുസരിച്ചിട്ട് കുട്ടീനെ ജഡ്ജ് ചെയ്യാനുള്ള എന്ത് ചെയ്യും, കുറച്ചും കൂടെ സബ്ജക്റ്റീവ്. അപ്പോൾ ഇൻറ്റേർണൽ എക്സാംസ് തന്നെ നടത്തുകയാണ്. ബെസ്റ്റ് ഔട്ട് ഓഫ് 3 എടുക്കാം നമുക്ക് വേണമെങ്കിൽ. 2-3 എക്സാം എടുത്തിട്ട് ബെസ്റ്റ് ഔട്ട് ഓഫ് 3 കൊടുക്കാം, 3 ചാൻസസ് കൊടുക്കാം. അതേപോലെ അസൈൻമെൻറ്റ്സ്, സെമിനാർ, ഡിബേറ്റ്, ക്ലാസ് വർക്കുകൾ ചെയ്തത് ഓൺ ടൈമിന് സബ്മിറ്റ് ചെയ്യണത്, എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവാലുവേഷൻ നടത്താം. ഇവാലുവേഷൻ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും കൺസ്ട്രക്റ്റിവിസത്തിൽ. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്റ്റിവിസത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ്, മീനിങ് ലേണിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതേപോലെ ലേണിംഗ് കുറച്ചും കൂടെ, കുട്ടികൾ കുറച്ചും കൂടെ എൻഗേജ്ഡ് ആയിരിക്കും ലേണിങ്ങിൽ. അവർക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളുടെ അമ്മമാരൊക്കെ വീട്ടിൽ വന്ന് പറയും, കുട്ടികൾക്ക് വീട്ടിൽ വന്ന കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോൾ അമ്മമാരുടെ സഹായം വേണ്ടി വരും. വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും പുറത്ത് പോയിട്ട് പറിച്ച് നോക്കാൻ, ഒരു ചെടിയുടെ വേര് വളരുന്നതോ അല്ലെങ്കിൽ ഇല ഇതാവണതോ മഷിത്തണ്ടിൽ മഷി കയറുന്ന കാര്യം നോക്കണതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോൾ അതിനൊക്കെ എന്ത് വേണം, കുട്ടികൾക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരാകുമ്പോൾ ചിലപ്പോൾ അമ്മമാരെ ആശ്രയിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ പറയും പിള്ളേർ വന്നാലും ഞങ്ങൾക്ക് പണിയാൻ അതൊക്കെ ചെയ്യാൻ സഹായിക്കണം, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ കുട്ടികളെ കുറച്ചും കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട് ലേണിങ്. അവരിപ്പോൾ 10 ദിവസം വെക്കേഷന് പോരുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അവർക്ക് അതിനോണ്ടൊരു ഫ്രസ്ട്രേഷനോ ഇറിറ്റേഷനോ ഉണ്ടാവില്ല. അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അതിൻ്റെ കളിക്കണേൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തു പോകാനായിട്ട് കുറേ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് ചെയ്യാനായിട്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട് കൺസ്ട്രക്റ്റിവിസം. ഇനി ഇതിൻ്റെ ഫ്ലോ ചാർട്ടാണ്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസും ഉണ്ട്. കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവ്സ് ആണ് പറയുന്നത്. ഇവിടെ ടീച്ചറും ലേണറും കൂടിയിട്ടാണ് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കും. ടീച്ചറും കുട്ടിയും കൂടെ. കുട്ടിക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്.
അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യും, എക്സ്പീരിയൻസസ് കൂടെ കടന്നു ഒരു ആക്ടിവിറ്റി എടുക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഒരു സൂവിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ടീച്ചറും കുട്ടികളും കൂടെ എന്ത് ചെയ്യും, സൂ കാണാൻ പോകും. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, അവരൊരു എക്സ്പീരിയൻസ് കൂടെ കടന്നു പോവാണ്. ആ സൂ കാണുന്നതിനനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യും, കുറേ കൺസെപ്റ്റുകൾ അവർ അറ്റൈൻ ചെയ്യും. അതിനുശേഷം അവർ വന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ വെച്ചിട്ടൊരു ഡിസ്കഷൻ നടത്തും. ആ ഡിസ്കഷനിൽ ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യും. ടീച്ചർ കുറച്ചും കൂടെ അവരെക്കാട്ടിക്കും നോളജ്ഫുൾ ആയ ആളായ കാരണം എന്ത് ചെയ്യും, ടീച്ചർ അതിനെ ഇവാലുവേറ്റ് ചെയ്യും. അതിലെന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ കൊടുക്കാനുണ്ടെങ്കിൽ, ഇവരുടെ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്കൺസെപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി കൊടുക്കാനൊക്കെ ആയിട്ട് ടീച്ചർ സഹായിക്കും. ഇത് പിന്നെ ഇങ്ങനെ ഒരു ലൂപ്പായിട്ട് പോകും. ഇനി അടുത്തത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആണ്. സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സും ഇതേമാതിരി തന്നെ ടീച്ചറും കുട്ടിയും കൂടി ജോയിൻ്റ്ലി ആണ് കണ്ടന്റ് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുക. അതിനുശേഷം ഇവർ ആക്ടിവിറ്റി കൂടെ കടന്നു പോകും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്തെങ്കിലും ആ കാര്യം ചെയ്യും. പഠിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ച ആക്ടിവിറ്റി എന്താണോ ആ ആക്ടിവിറ്റി ചെയ്യും. ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അവിടെ ഡിസ്കഷൻ നടത്തും. ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പെരിമെൻ്റ് ആയിരിക്കാം. ആ എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് എന്താ മനസ്സിലായെന്നൊക്കെ ഡിസ്കഷൻ നടത്തും. ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഡിസ്കഷൻ നടത്തുമ്പോഴൊക്കെ ടീച്ചർ എന്ത് ചെയ്യും, കൃത്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ നടത്തും. ടീച്ചർ അവിടെ അങ്ങനെ മാറി നിൽക്കുകയല്ല, എന്നാൽ കൺസ്ട്രക്റ്റീവ്സ് അല്ലേ, കുട്ടികൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് കൺസ്ട്രക്ട് ചെയ്തോന്ന് പറഞ്ഞിട്ട് ടീച്ചർ മാറി നിൽക്കുകയല്ല. ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് എവിടെയൊക്കെ ഇടപെടണോ, എവിടെയൊക്കെ കുട്ടികൾക്ക് കാര്യം മാറി പോകുന്നുണ്ടോ അതിനനുസരിച്ചൊക്കെ ടീച്ചർ ഇടപെടും. ടീച്ചറുടെ ഒരു സ്കഫോൾഡിങ് ഉണ്ടാവും. അതൊക്കെ കൂടിയിട്ട് എന്തും കിട്ടും, കുട്ടികൾക്ക് ഒരു കൺസെപ്റ്റ് അറ്റൈൻ ചെയ്യും. ആ കൺസെപ്റ്റിനെ ടീച്ചർ എന്ത് ചെയ്യും, വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. ശരിയായ കൺസെപ്റ്റ് തന്നെയാണോ അവർക്ക് കിട്ടിയതെന്ന് ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ കാര്യം മനസ്സിലാവും. ഇനി എന്തെങ്കിലുമൊക്കെ തിരുത്താനുണ്ടെങ്കിൽ കുട്ടികൾ സെൽഫായിട്ട് അത് സെൽഫ് റിഫ്ലക്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യും. ഇതിങ്ങനെ ലൂപ്പായിട്ട് കിടന്ന് കളിക്കും. ഇങ്ങനെയാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ ലേണിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് കൺസ്ട്രക്റ്റിവിസത്തിൽ പറയാനുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ഇതിൻ്റെ നോട്ടൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. പിന്നെ അതേപോലെ യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്